ഇന്ന് ചെമ്പിലരയൻ ജന്മദിനം. കേരളക്കരയുടെ ധീര സ്വാതന്ത്ര്യ സമര സേനാനി ചെമ്പിൽ അനന്തപത്മനാഭൻ വലിയരയൻ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ നാവികസേനാ പടത്തലവനും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ചെമ്പിൽ തൈലംപറമ്പിൽ വീട്ടിൽ ഈച്ചരൻ കാളി ദമ്പതികളുടെ മകനായി 1761 ഏപ്രിൽ 23 ജനിച്ചത്. എല്ലാവിധ ആയുധമുറകളുടെയും അഭ്യാസ കേന്ദ്രമായിരുന്നു തൈലംപറമ്പ്. തറവാട്ടിലെ സ്ത്രീകൾ പോലും ആയുധമുറകൾ അഭ്യസിച്ചവരായിരുന്നു. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും മലബാറിൻ്റെയും നാവികസേനയുടെ സമ്പൂർണ്ണ നിയന്ത്രണം അരയർക്കായിരുന്നു. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും അരയർ വേലുത്തമ്പി ദളവയുടെയും ചെമ്പിലരയൻ്റെയും നേതൃത്വത്തിൽ 1808 ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിച്ചു. ഇതായിരുന്നു കേരളത്തിലെ ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ നടന്ന ആദ്യ സായുധ സമരം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ രാജാവും ബ്രിട്ടീഷ് റെസിഡന്റുമായ മെക്കാളയും തമ്മിൽ കപ്പം നൽകുന്നത് സംബന്ധിച്ച് കരാറുണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ കാര്യങ്ങൾ നടത്തിയിരുന്ന വേലുത്തമ്പി ദളവയോട് അതൃപ്തി തുടർന്ന മെക്കാളെ കപ്പം കുത്തനെ ഉയർത്തി. ജനങ്ങൾ ഇതിൻ്റെ ദുരിതം അനുഭവിച്ചത് വേലുത്തമ്പി ദളവയെ വളരെയധികം വിഷമിപ്പിച്ചു. തുടർന്ന് ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കാൻ വേലുത്തമ്പി ദളവ കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചു. ദളവയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിക്കാൻ ചെമ്പിലരയനും കൂട്ടരും തീരുമാനിച്ചു. 1808 ഡിസംബർ 29 ചെമ്പിലരയൻ്റെ നേതൃത്വത്തിൽ സൈന്യം കൊച്ചിക്കായലിലൂടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അന്നത്തെ റെസിഡന്റ് മെക്കാളയുടെ വസതിയായിരുന്ന ബോൾഗാട്ടി പാലസ് ആക്രമിച്ചു. മെക്കാളെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എന്നാൽ പിന്നീട് ചെമ്പിലരയൻ ബ്രിട്ടീഷ് സേനയുടെ പിടിയിലാവുകയും ക്രൂരമർദ്ദനത്തെ തുടർന്ന് ആ ധീരയോദ്ധാവ് 1811 ജനുവരി 13 വീരമൃത്യു വരിച്ചു.